എൻ്റെ പേര് ബിന്ദു. ഞാൻ ചാലക്കുടിയിൽ നിന്ന് വരുന്നു. ഞാൻ മസ്കലിലാണ് ജോലി ചെയ്യുന്നത്. അപ്പം ഞങ്ങൾക്ക് അവിടെ ഒരു രക്തക്കണ്ണീർ ഗ്രൂപ്പ്, രക്തക്കണ്ണീർ ജപമാലയുടെ ഒരു ഗ്രൂപ്പുണ്ട്. അപ്പം അതുവഴി ഞാൻ ജിൻസ് ബ്രദറിൻ്റെ ധ്യാനം ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പം ഞാൻ ലീവ് നോക്കിയപ്പം ഇവിടെ കൂടാൻ സാധിക്കുമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ജിൻസ് ബ്രദറെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞു ധ്യാനത്തിന് പോണേക്കുമ്പോൾ ഒന്ന് വിളിച്ചോളൂ, എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ വിചാരിച്ചു എനിക്കങ്ങനെ പനിയൊന്നും വരാറില്ല, പിന്നെ എന്താണോ ബ്രദർ ഇങ്ങനെ പറഞ്ഞത്, ബ്രദർ ചുമ്മാ പറഞ്ഞതായിരിക്കും, അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ വരുന്നതിന് തലേ ദിവസം തൊട്ട് എനിക്ക് പനി തുടങ്ങി. അപ്പം എനിക്ക് കോവിഡ് ടൈമിൽ പോലും ഒരു പനി വരാത്ത ആളായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്താ. പിന്നെ രാവിലെ ബ്രദറിനെ വിളിച്ചു. എന്നിട്ട് പിന്നെ ബ്രദർ എന്നെ നന്നായിട്ട് ബന്ധിച്ച് പ്രാർത്ഥിച്ചു. പിന്നെ അതുകൂടാതെ ഇവിടെ വരാതിരിക്കാൻ വേറൊരു കാരണം ഉണ്ടായി. എൻ്റെ അങ്കിളും മരിച്ചുപോയി. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ വീട്ടിൽ ഞങ്ങൾ 4 മക്കളാണ്, പക്ഷെ 4 പേരും ഇവിടെ ഇല്ല. അപ്പം ഞാനേ ഉള്ളൂ. അപ്പോൾ അതിന് പോയില്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ 2 കാരണങ്ങൾ കൊണ്ട് എനിക്ക് വരാൻ സാധിക്കില്ലായിരുന്നു. പക്ഷേ ബ്രദർ പ്രാർത്ഥിച്ച് കഴിഞ്ഞ ശേഷം ഞാൻ വിചാരിച്ചു വരാം, അങ്ങനെ വിചാരിച്ചാണ് ഇവിടെ വന്നത്. വന്നതിന് ശേഷം ഇവിടെ വന്നു കഴിഞ്ഞ് ഈ ആൾക്കാർ വീഴണ കണ്ടപ്പോൾ എനിക്കൊരു ഭയം, മനസ്സിൽ ഭയങ്കര ഭയമായിരുന്നു. പിന്നെ ഇവിടെ വന്നതിന് ശേഷം 3 പ്രാവശ്യം എനിക്ക് നല്ല മണം എനിക്ക് കിട്ടി, സുഗന്ധാഭിഷേകം കിട്ടി. അപ്പം ഞാൻ ഞാൻ വിചാരിച്ചു ഇനി വല്ല സെൻറ്റിൻ്റെ ആണോ എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഫ്രണ്ടിലാണ്. അപ്പം പിന്നെ ഉറച്ച് ഞാൻ മനസ്സിൽ വിശ്വസിച്ചു. പിന്നെ മാതാവിനെ കാണാനും പറ്റി. പിന്നെ ഇന്നിപ്പം ആരാധന രാവിലെ അപ്പം ഈ ഡോം ഷേപ്പ് മോളിൽ കണ്ടിട്ട് ഇങ്ങനെ 3 കളർ ഇങ്ങനെ വരുന്നതായിട്ട് മാറി മാറി, ആദ്യം റെഡ് വന്നു, പിന്നെ ഗ്രീൻ, പിന്നെ പച്ച കളർ, അങ്ങനെ ബ്ലൂ അങ്ങനെ 3 കളർ എനിക്ക് കാണാൻ പറ്റി. പിന്നെ നല്ലൊരു കൗൺസിലിംഗ് എനിക്ക് ലഭിച്ചു. അപ്പോൾ കൗൺസിലിങ്ങിൽ എനിക്ക് നേരത്തെ, ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് എനിക്ക് ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞ് ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. അപ്പം ഒരു 8 മണിക്കൂർ അല്ലെങ്കിൽ 10 മണിക്കൂർ ഡ്യൂട്ടി ഉള്ളപ്പം നിൽക്കുമ്പം മസിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു. പക്ഷേ ഈ 2 ദിവസമായിട്ട് ഞാൻ രാവിലെ റൂമിൽ നിന്ന് വന്നിട്ട് വൈകിട്ടാണ് പിന്നെ പോകുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നുമില്ല. പിന്നെ ചേച്ചി പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു സൗഖ്യം കിട്ടുന്നുണ്ട്. എനിക്ക് സൗഖ്യം കിട്ടിയെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എല്ലാത്തിനും ജിൻസ് ബ്രദറിനും ടീം അംഗങ്ങൾക്കും എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ദൈവത്തിനും പ്രത്യേകം നന്ദി. താങ്ക് യു. നൽകിയ വലിയ അനുഗ്രഹത്തെ ഓർത്ത് ഒന്ന് നന്ദി പറഞ്ഞ് കരങ്ങളിച്ച്